ഹലോ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് നമുക്ക് വേണ്ടത് 1 കപ്പ് ചോറ്, 1/2 കപ്പ് ഗ്രീൻ പീസ്, പിന്നെ 1 മുട്ട, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുരുമുളക് 1/4 ടീസ്പൂൺ. ഇത് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായതും അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ എണ്ണയൊന്ന് ചൂടായതും എടുത്തു വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് പകുതി വെന്ത് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഒരു എഗ്ഗ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊരുപാട് പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഉള്ളത് കാരണം കുഞ്ഞുങ്ങളെ ഹെൽത്തി ആക്കാനും സ്ട്രോങ് ആക്കാനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രീൻ പീസും ഡൈജഷനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ വളരെ നല്ലതാണ്. ഇതിപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കണം. ഇനി ഒരിക്കൽ കൂടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞതും സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ ടേസ്റ്റി എഗ് ഗ്രീൻ പീസ് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.